ഈ സൗഹൃദ കൂട്ടായ്മ ശക്തിപ്പെടുകയും ചെയ്തു. നല്ല സൗഹൃദമാണ് അവിടെ, നല്ല സൗഹൃദമാണ്, ശക്തിയുള്ള സൗഹൃദമാണ്. അശോകൻ്റെ ഒരു ആശംസ തരാൻ വേണ്ടി അശോകൻ്റെ ഒരു നാട്ടുകാരി നമ്മോടൊപ്പം. ഞാൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭയങ്കര നല്ല ഡ്രസ്സും നല്ല ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഭയങ്കര സുന്ദരനാക്കി കാണിക്കും എന്നുള്ളതായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ഒരു തോട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കുളിക്കാത്തവനെ പോലെയുള്ള ഒരു ഇതിലേക്കാണ് ആദ്യം അഭിനയിക്കാൻ എന്താ പറയുക അവസരം കിട്ടിയതെന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറയണത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അവതരിപ്പിച്ചതിൻ്റെ മഹത്വം ആ കഥാപാത്രങ്ങളിൽ നിന്നിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ നാട്ടുകാരി ആയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് ചേട്ടന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ പറ്റിയതിൽ താങ്ക്സ്. നവിയുടെ കുടുംബം ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളവരാണ്. അതുകൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നവിയെ പറഞ്ഞത്. സുന്ദരനായിട്ടുള്ള ഒരു ആഗ്രഹവും വലിയ മുടിയെല്ലാം വെട്ടിയിറക്കി പല ഡ്രസ്സൊക്കെ ഘടിപ്പിച്ച് ഞാനത് എഴുതിയിരുന്ന ഇവിടെ. അശോകൻ ഇനി ഏതൊരു വ്യക്തിക്കും നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നെ കുറിച്ചൊരു ധാരണയുണ്ടാവില്ല. അതിന് വേണേൽ സ്വപ്നം എന്ന് പറയാം, ആഗ്രഹം എന്ന് പറയാം, ലക്ഷ്യം എന്ന് പറയാം, പലതും പറയാൻ വേണമെങ്കിൽ. സ്വപ്നം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്റ്റായി, ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺക്രീറ്റൈസ് ചെയ്യപ്പെട്ടു. ലക്ഷ്യത്തെക്കുറിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ അശോകനെ ഈ വേദി കാണുമ്പോൾ അശോകൻ എന്തായിട്ട് വരാനാണ് അശോകൻ ആഗ്രഹം? നിരവധി ഹിറ്റ് സിനിമകളുടെ മുന്നണിയിലുള്ള വ്യക്തി എന്താണ്? അതെയോ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് തൻ്റെ മനസ്സിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു രൂപവും ഭാവവും നൽകുന്നൊരു വ്യക്തി. ഇങ്ങനെയുള്ള ചിന്തകളുണ്ടോ എന്നുള്ളതാണ് അല്ലേ? അതെ. റൂട്ട് മാറ്റി അല്ലേ? അതെ. ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. കുറച്ച് മടിയുണ്ട് അശോകൻ. മടിയുണ്ടെങ്കിൽ ഞാൻ ജോലിക്കാര്യത്തിൽ എനിക്ക് മടിയൊന്നുമില്ല. ബേസിക്കലി ഞാൻ മടിയനാണ്. ഇനീഷ്യേറ്റീവ് അശോകനെ കുറിച്ച് പറയുന്നത് അങ്ങോട്ട് പെട്ടെന്ന് എടുക്കില്ല തീരുമാനങ്ങൾ. കുറച്ച് നോക്കാം വരട്ടെ. അങ്ങനെ ഉണ്ട്. ഞാൻ ആദ്യം അങ്ങനെ പറയുള്ളൂ. എല്ലാം റെഡി ഞാൻ ആദ്യം പറയില്ല. എൻ്റെ സിനിമയിൽ നിന്നുള്ളതല്ല, അല്ലാതെ തന്നെ ഞാൻ അങ്ങനെയാണ്. പൊതുവെ അങ്ങനെയാണ്, മടിയനാണ് പൊതുവെ. പക്ഷേ ഒരു വർക്ക് കാര്യങ്ങൾ ഏറ്റെടുത്താൽ നടത്തും. തീർച്ചയായിട്ടും വർക്ക് സമയങ്ങളിൽ ഞാൻ വളരെ ആക്റ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം എങ്ങനെയാണോ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. കൃത്യസമയത്ത് എത്താൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും കാലത്തൊക്കെ ഷൂട്ടിംഗ് വരാൻ എനിക്ക് ഭയങ്കര മടി. കാരണം പ്രായത്തിൻ്റെ ആയിരിക്കും. അന്ന് പരമരാജൻ ചേട്ടനെ വഴക്ക് പറയാം, നീ രാവിലെ എണീക്കണം, ഇവിടെ ഷൂട്ടിംഗ് ഇത്രയും പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങൾ എടുക്കുന്ന സിനിമയാണ്, നീ ഇങ്ങനെ ഉറങ്ങിയാൽ ഒന്നും ശരിയാവത്തില്ല, രാവിലെ പറയുന്ന സമയത്ത് എണീറ്റ് റെഡിയായി വരണം എന്നൊക്കെ എന്നോട് വഴക്ക് പറയും.